നെല്ലിശ്ശേരി അച്ഛനെ ഓർത്തും പ്രാർത്ഥിച്ചുമാണ് ഇന്നലെ ഞാൻ ഉറങ്ങാൻ പോയത്. അപ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതിങ്ങനെയാണ്: യേശു പോർക്കനാട് എന്ന കുന്നിൻ പ്രദേശത്ത് കൂടി കടന്നു പോവുകയായിരുന്നു. അത് ധാരാളം ശീമപ്പന്നികളുള്ള നാടായിരുന്നു. അങ്ങനെയാണ് ആ സ്ഥലത്തിന് പോർക്കനാട് എന്ന പേര് കിട്ടിയത്. യേശുവിനെ കണ്ടപ്പോൾ ജനങ്ങൾ സങ്കടത്തോടെ അവനെ സമീപിച്ചു. അവർ അവനോട് പറഞ്ഞു, ഗുരു, നിനക്ക് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ അധികാരമുണ്ടല്ലോ. തിന്നുമെഴുത്ത 52 പന്നികൾ പേ പിടിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ തോട്ടത്തിൽ വിളയാടി എല്ലാ വിളകളും തിന്നു നശിപ്പിക്കുകയാണ്. നീ അവയെ നശിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കണം. വിശ്വാസത്തോട്ടത്തിൽ മേഞ്ഞിരുന്ന പന്നിക്കൂട്ടത്തിന് നേർക്ക് കൈനീട്ടി യേശു ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. പന്നികൾ അവനോട് പറഞ്ഞു, ദൈവപുത്ര, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ ഇവിടം വിട്ടു പൊക്കോളാം. പെട്ടെന്ന് പന്നിക്കൂട്ടം പോർക്കനാട് കുന്നിറങ്ങി പാഞ്ഞു. പട്ടണ വീഥികളിലൂടെ പായുമ്പോൾ അവയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വാളൂർ, മുക്കർജി റോഡ് എന്നീ സ്ഥലങ്ങൾ കടന്ന് അറബിക്കടലിൽ ചാടി മുങ്ങിച്ചെത്തു. അപ്പോൾ ആ ദുരാത്മാക്കളുടെ എണ്ണം 5200 ആയിരുന്നു എന്ന് അവിടുത്തെ CCTV ക്യാമറകളിൽ രേഖപ്പെടുത്തി. മരിച്ചവരോട് കാണിക്കുന്ന അനാദരവും അപമാനിക്കലും വളരെ ഹീനവും നിന്ദ്യവുമായ പ്രവൃത്തികളാണ്. അർഹിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകളും കർമ്മങ്ങളും നടത്തി പരേതനെ യാത്രയാക്കുക എന്നത് ഒരു മിനിമം മര്യാദയാണ്. അത് നിഷേധിക്കുന്നത് കടുത്ത അപമാനിക്കലാണ്, നിന്ദിക്കലാണ്, തികഞ്ഞ കാടത്തമാണ്. അത് ചെയ്യുന്നത് കത്തോലിക്ക സഭയിലെ മെത്രാന്മാരും വൈദികരുമാണെങ്കിലോ? സംസ്കാരശൂന്യമായ പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ പറ്റിയ വാക്ക് സംസ്കാരത്തിൻ്റെ ഭാഷയിലില്ല. എന്ത് കർമ്മങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും മരിച്ചയാൾ അതൊന്നും അറിയാത്ത നിലയ്ക്ക് ആ വ്യക്തിയെ അതൊന്നും ബാധിക്കുന്നേയില്ല. പക്ഷേ അത് നിഷേധിക്കുന്നവരുടെ സംസ്കാരമാണ് വെളിപ്പെടുന്നത്. അതിന് സംസ്കാരമെന്ന് പറയത്തില്ല, കാടത്തമാണ് വെളിപ്പെടുന്നത് എന്ന് വേണം പറയാൻ. സീറോ മലബാർ സഭയെ ഭരിക്കുന്നത് കാടന്മാരും കാട്ടാളന്മാരുമാണെന്ന് കാലങ്ങളായി ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെല്ലിശ്ശേരി അച്ഛൻ അന്തരിച്ചിട്ട് 4-ാം ദിവസം നാളെ അടക്കുകയാണ്. കത്തോലിക്ക സഭയിലെ രൂപതാ വൈദികർ അന്തരിക്കുമ്പോൾ വൈദികരുടെ ആത്മീയ പിതാവെന്ന നിലയിൽ രൂപതാ ബിഷപ്പിൻ്റെ കാർമ്മികത്വത്തിൽ അന്ത്യശുശ്രൂഷകൾ നടത്തുക എന്നതാണ് സഭയിലെ അലിഖിത നിയമവും കീഴ്വഴക്കവും പാരമ്പര്യവും. അത്യസാധാരണമായ സാഹചര്യങ്ങളിൽ അതിന് ഒഴിവുണ്ടാകാം എന്നേയുള്ളൂ. എറണാകുളം രൂപതയിൽ ഇപ്പോൾ അത്തരമൊരു സാഹചര്യമില്ല. പക്ഷേ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലോ മെത്രാപ്പൊലീത്തൻ വികാരി ജോസഫ് പാമ്പ്ളാനിയോ മറ്റേതെങ്കിലും മെത്രാനോ നെല്ലിശ്ശേരി അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷകൾ കുർബാന അർപ്പിച്ച് പങ്കെടുക്കുന്നതായി ഇതുവരെ അറിയിപ്പുകളൊന്നും ഇല്ലാത്ത നിലയ്ക്ക് അവരാരും പങ്കെടുക്കില്ല എന്ന് വേണം കരുതാൻ. ഞാനിത് പറയുന്നത് 2026 മെയ് 18-ാം തീയതി ഉച്ചയ്ക്ക് 12:30-ക്കാണ്. ഈ സമയം വരെ അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. വൈദികർ മരിക്കുമ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. വീട്ടിൽ, പിന്നെ പള്ളിയിൽ കുർബാനയോടുകൂടി, ഒടുവിൽ സെമിത്തേരിയിൽ. 3-ലും മെത്രാനായിരിക്കും പ്രധാന കാർമ്മികൻ. 2 ദിവസം മുൻപ് ഹൃദയസ്തംഭനം മൂലം അന്തരിച്ച ഇടുക്കി രൂപതയിലെ ഫാദർ ജോസഫ് കോയിക്കലിൻ്റെ സംസ്കാര കർമ്മങ്ങളിൽ ഇടുക്കിയിലെയും കോതമംഗലത്തെയും മെത്രാന്മാർ പൂർണ്ണമായും പങ്കെടുത്തു. തീക്ഷ്ണമായ വിശ്വാസത്തോടെ സഭയ്ക്കും കുർബാനയ്ക്കും വിശ്വാസത്തിനും വേണ്ടി സധൈര്യം പോരാടിയ ഒരു വൈദികൻ ഒരു മെത്രാൻ്റെയും കാർമ്മികത്വമില്ലാതെ വിമത പിശാചുക്കളുടെ ഭീകര താണ്ഡവത്തിൻ്റെ അകമ്പടിയോടെ യാത്രയാകുന്നു എന്നത് ഈ സഭയുടെ വലിയൊരു കളങ്കമാണ്. അച്ഛൻ എന്തിനു വേണ്ടി നിലകൊണ്ടോ അത് കൊടുക്കാതെ, എന്തിനെ എതിർത്തോ അത് കൊടുത്ത് യാത്രയാക്കുന്നത് മെത്രാന്മാരെ, വിമത വൈദികരെ, നിങ്ങളുടെ മേൽ അതൊരു ശാപമായി പതിച്ചിരിക്കും. ഒരിക്കലും മായാത്ത കറുത്ത പൊട്ടായി സഭാചരിത്രത്തിൽ അവശേഷിക്കും. ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ വിൽപത്രത്തിലെ ഒരു വാക്യം ഇങ്ങനെയാണ്: ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ദൈവകരുണയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ആത്മശാന്തിക്കായി ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും പരേതൻ്റെ ആത്മാവിന് ഒരു നഷ്ടമോ നേട്ടമോ വരാനില്ല. പക്ഷേ സഭയുടെ പാരമ്പര്യങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന അവഹേളനം വിശ്വാസികൾ മറക്കില്ല. മെത്രാന്മാരെ, നിങ്ങൾ പുരോഹിതരോ മെത്രാന്മാരോ ആണോ എന്ന് ചോദിക്കുന്നില്ല. അതിലൊന്നും നിങ്ങൾ പെടുന്നില്ല എന്ന് എത്ര കാലമായി നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ചോദിക്കട്ടെ, നിങ്ങൾ മനുഷ്യരാണോ? നാണമില്ലേ നിങ്ങൾക്ക് ഈ കളസകുളസങ്ങൾ ചാർത്തി വിലസാൻ?
ഏകീകൃത കുർബാന മാത്രമേ ഈ സഭയിൽ പാടുള്ളൂ. മറ്റു കുർബാന ചൊല്ലുന്നവർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ മെത്രാന്മാരെ, നിങ്ങൾ പറഞ്ഞതുപോലെ അക്ഷരം പ്രതി അനുഷ്ഠിച്ച ഒരു വൈദികനോട് ഈ അനീതി കാണിക്കുന്നതിൽ നിങ്ങൾക്ക് അല്പം പോലും മനസാക്ഷിക്കൊത്ത് തോന്നുന്നില്ല അല്ലേ? എന്തു പറയാൻ, മനുഷ്യർക്കല്ലേ മനസാക്ഷിയുള്ളൂ? സത്യവിശ്വാസികളുടെ നൊമ്പരവും ശാപവും തീമഴയായി നിങ്ങളുടെ മേൽ പതിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഭാവിശ്വാസികൾക്കും വൈദികർക്കുമായി നിങ്ങൾ ഇക്കാലം അത്രയും എഴുതിവിട്ടതിലൊന്നും നിങ്ങൾക്കൊരു തരി പോലും വിശ്വാസമില്ല എന്നതിന് ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട. നിങ്ങളുടെ വിശ്വാസരാഹിത്യത്തിൻ്റെയും ആത്മീയ ശൂന്യതയുടെയും സാക്ഷ്യപത്രമാണ് അന്തരിച്ച വൈദികനോട് കാണിക്കുന്ന ഈ അപമാനം. ശവം മാന്തിയെടുത്ത് ഭക്ഷിച്ചവരുടെയും ഭോഗിച്ചവരുടെയും കഥകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ അപരിഷ്കൃതരായിരുന്നുവെന്ന് കരുതാം. നിങ്ങളുടെ ഈ പ്രവൃത്തിയും അതിനൊക്കെ തുല്യമാണെന്ന് പറയേണ്ടി വരുന്നു. കഷ്ടമാണ്. ഈ സമയത്ത് തന്നെ പരിയാരത്ത് ഒരു MCBS വൈദികൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുകയാണ്. MCBS സഭയുടെ പ്രൊവിൻഷ്യലായിരുന്ന ഫാദർ ജോർജ് കിഴക്കേമുറിയുടെ അന്ത്യയാത്ര പറയാനുള്ളൂ. അതായത് ജോർജ് അച്ഛൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ അന്ത്യവും. അദ്ദേഹം മഹത്വീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ മനുഷ്യരല്ലേ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തമ്പുരാൻ പരിഹരിക്കാൻ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമൊക്കെ പ്രാർത്ഥിക്കാം. ഒരു ഗുരുവരനെ നമ്മൾ കണ്ടെത്തും. ഒരുപാട് പേർക്ക് ഗുരുവായി ജീവിച്ച ഒരു ഗുരുവരനുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു സാത്വികനുണ്ട് ഇവിടെ. തൻ്റെ പൗരോഹിത്യത്തിലൂടെ ജീവിതത്തിന് മുഴുവൻ സമ്പന്നത പറഞ്ഞ സാത്വികനുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സഹനങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വിശുദ്ധന ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. കർദിനാൾ ജോർജ് ആലഞ്ചേരി മരിച്ചാൽ സന്തോഷത്തോടെ ഞാൻ ഒപ്പീസ് ചൊല്ലും എന്ന് വൈദിക യോഗത്തിൽ പറഞ്ഞ ഒരു വിമത വൈദികൻ 6 മാസത്തിനുള്ളിൽ മരിച്ചു. ആ വൈദികൻ്റെ അന്ത്യകർമ്മങ്ങളിൽ കുർബാനയുൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും നടത്തി കർദിനാൾ ജോർജ് ആലഞ്ചേരി തന്നെ മാന്യമായി യാത്രയാക്കി. അത് തട്ടിലും പാമ്പ്ലാനിയുമൊന്നും മറക്കരുത്. ഇത്ര ചൈതന്യത്തോടെ ഈ സഭയ്ക്ക് വേണ്ടി, സഭാവിശ്വാസത്തിന് വേണ്ടി, കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട ജോർജ് നെല്ലിശ്ശേരി അച്ഛനെ നിങ്ങൾ യാത്രയാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം. എല്ലാ മെത്രാന്മാരും മനസ്സിൽ കുറിച്ചിട്ടോളൂ. അങ്ങനെ ആർക്കും പിടികൊടുക്കാതെ ഒളിച്ചു കളിക്കുന്ന വിരുദ്ധനും കോമാളിയുമാണ് മരണം എന്ന് ഓർത്തുകൊള്ളുവിൻ. സഭയ്ക്ക് വേണ്ടി ധീരമായി നിലകൊണ്ട ഒരു വൈദികനെ അവസാനമായി യാത്രയാക്കാൻ ഒരു കുർബാന ചൊല്ലാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ മേലിൽ നിങ്ങൾ ആ കുപ്പായം അണിയരുത്. നിങ്ങൾ ഈ സഭയുടെ നാണക്കേടാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ നാളെ ഒരു മെത്രാൻ നെല്ലിശ്ശേരി അച്ഛൻ്റെ ഇടവക പള്ളിയിൽ തന്നെ ചെന്ന് ഏകീകൃത കുർബാനയോടുകൂടി അന്ത്യകർമ്മങ്ങൾ നടത്തിക്കൊടുക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഞാനീ പറഞ്ഞ വാക്കുകൾ എല്ലാം ക്ഷമാപണത്തോടെ പിൻവലിക്കും. ക്രിസ്ത്യാനികളുടെ മരിച്ചടക്കലും പ്രാർത്ഥനകളിലും കേൾക്കുന്ന ഗാനങ്ങളൊന്നും മരിച്ചവർക്ക് വേണ്ടിയല്ല. മരണം വരുമൊരു നാളോർക്കുക മർത്യ നീ തുടങ്ങിയ വരികൾ മരണമെന്ന ആ കറുത്ത വേഷധാരി നമ്മുടെ വാതിൽപ്പടിയിൽ നിൽക്കുന്നുണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനാണ്. സഭയുടെ കീഴ്വഴക്കങ്ങളും പാരമ്പര്യവും അന്തസ്സും തെറ്റിക്കാതെ ജോർജ് നെല്ലിശ്ശേരി അച്ഛന് ഉചിതമായ അന്ത്യശുശ്രൂഷകൾ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സഭ ഒരു കുർബാന കൂട്ടായ്മ, വൺ ചർച്ച് വൺ കുർബാന ഇന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന് കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അനുകൂലമായ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല.